ഏതാണ്ടൊരു മാലയും 5-6 വളയും ഒരു മോതിരം ഒക്കെ ഉള്ളൂ. ശ്രീധരൻ ഒന്നും ചോദിച്ചില്ല. ആമ്പിള്ളേരായ ഇങ്ങനെ വേണം, ശ്രീധരൻ ഒന്നും ഇല്ലാതെ കെട്ടാൻ തയ്യാറായിട്ട് വരണം. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്നറിയാം അവന്റെ. അവൻ ശ്രീധരൻ ചോദിച്ചാണില്ല, പക്ഷെ പെണ്ണ് വീട്ടുകാരെ എല്ലാം അറിഞ്ഞു കൊടുത്താണ്. ഈ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ്, എല്ലാം അറിഞ്ഞു കൊടുക്കും. കേട്ടാ കേട്ടാ, നീ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛനമ്മ വായിന്ന് നിനക്ക് മര്യാദക്ക് പഠിച്ചുകൂടാ. പാത്രം വിൽക്കാൻ പോകേണ്ട നിനക്ക് വരുമായിരുന്നു. ഇപ്പൊ ആർക്കാണ് നടക്കേട്? എനിക്കെന്നെ നടക്കേട്. മോളെ മതി മതി, ഓട്ടോ മോളെ മതി. ചായ ഉണ്ടാ? അല്ല നല്ല ക്ഷീണം. Yeah, blue jeans, Air Ones and a white tee. 06 hanging out the window like E. High feet on one off a... നീയൊക്കെ കൂടാ എടാ, അങ്ങോട്ട് വരണ്ടടാ. നിന്റെ അപ്പൂപ്പായി അച്ഛാ, നമുക്ക് പനിയായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചില്ലേ? എന്തിനാ മൊത്തത്തിൽ തീർക്കാനാ? നിങ്ങൾ എന്നോട് പറഞ്ഞോ എനിക്കിപ്പോ പണ്ടത്തെ തൊട്ടൊന്നും കഴിക്കാനൊന്നും. അയ്യോ, പണ്ടത്തെ പോലെ ഇപ്പൊ കഴിക്കണ്ട. മര്യാദക്ക് ആൾക്കാർ സാധാരണ പിള്ളേർ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ഇതൊന്ന് നല്ല ജോലിക്കുള്ള അപേക്ഷയാണോ? ഇല്ല, ഇത് കുട്ടമ്പിള്ളക്ക് ഗൾഫിൽ പോകാനുള്ള വിസയാണ്. അമ്മ എന്തിനാ ഇവന്റെ ഒക്കെ കാല് പിടിക്കണേ? അമ്മയ്ക്ക് ഓടിച്ചു പിടിക്കാൻ വണ്ടി തുടങ്ങി എന്റെ അടുത്ത് പറഞ്ഞാൽ പോരാ, ഞാൻ ഒപ്പിച്ചു തരില്ലേ? ഡി, നീ മറ്റേ ചിരട്ടയും പാട്ടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഡമ്മി പീസ് വണ്ടിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കണു. റിയൽ വണ്ടി, ഒറിജിനൽ വണ്ടി വേണം അമ്മയ്ക്ക് ഓടിച്ചു പഠിക്കാൻ. അതാണെങ്കിൽ വിചാരിച്ചാൽ നടക്കുള്ളൂ. എന്നാ പിന്നെ നീ അധികം ശ്രമിക്കൊന്നും വേണ്ട. ഇപ്പൊ പോയ മുടിയഞ്ചാണ്ട് കല്യാണം കഴിഞ്ഞാലും കുട്ടുവാന്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. ഈ വീട്ടില് പുതിയൊരു മാമ വന്നായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ? ഉള്ള രസം കൂടെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. എന്നാ പിന്നെ കുട്ടുവാൻ ഞാനൊരു പെണ്ണാലോചിക്കട്ടെ. നീയാ? ഞാൻ എന്താ ആലോചിച്ച കുഴപ്പം? എന്റെ കൂട്ടുകാരികളുടെ ചേച്ചിമാർ ഇഷ്ടം പോലെയുണ്ട്. കൂട്ടുകാരികളുടെ ചേച്ചിമാര് ശരിയാകത്തില്ല, കൂട്ടുകാരികളുടെ വല്ല ആന്റിമാരുണ്ടെങ്കിൽ നോക്കുക. I'm a bad boy, do good things. Got a lemonade with chicken wings. With a bad bitch, she's quite thick. So I'm... വിരാട് കോഹ്ലി വീണ്ടും 1ാം റാങ്കിൽ. നന്നായിട്ട് പഠിക്കാൻ ഇങ്ങനെ തന്നെ, മറ്റുള്ളവന്മാർ വായി നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ പ്രത്യേകം സൂക്ഷിച്ചോണം. വഴിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടരുത്. നീന്തടെ കൊച്ചു പിള്ളേരെ ഉപദേശിച്ച് വിടുമ്പോൾ അവൻ്റെ അടുത്ത് ഉപദേശിച്ച് വിടുന്നത് എന്ത്? ഞാൻ കൊച്ചാ, എനിക്കറിയാം. നിങ്ങളെ കാര്യം കൊച്ചു പിള്ളേരെക്കാട്ടും കേടാണ്. എന്നാ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇയാളെ ഞാൻ മൂത്രം ഒഴിക്കാൻ പോലും ഞാൻ വണ്ടിന്ന് വിളി ഇറക്കും. ഇനി എനിക്കൊരു നീ മൂത്രം ഒഴിക്കും. വജ്രാസനം, വജ്രാസനം, ശലഭാസനം, മയൂരാസനം, കുക്കുടാസനം. കുക്കുടാസനം പറഞ്ഞു. കുക്കുടാസനം ഉണ്ട്. അല്ല, നമുക്കിനി നമ്മൾ ചെയ്യാൻ പോണത് മാർജാരാസനം. അതന്നെ ഞാനും ചോദിക്കാൻ വന്ന എന്താ ചെയ്യാൻ പോണേ? മാർജാരാസനം. അച്ഛാ, മാർജാനം എന്ന് വെച്ചാൽ പൂച്ചയല്ലേ? ആ, പൂച്ച. അപ്പൊ പൂച്ചരാസനവും. ലച്ചു, എന്റെ സാരി എന്തേ? അതാലെ മാറിക്കാത്തുണ്ട്. ഏതായാലും മാറില്ലേ? ഞങ്ങളുടെ റൂമിലാലും മാറിക്കാത്തു. അവിടെ കൊണ്ടുവച്ച ചാരി കൊടുത്തോണ്ട കല്യാണത്തിന് ബാവു. എന്നാ പിന്നെ നിങ്ങളെ മുണ്ടുഷെട്ട് എന്താ ഞാൻ ദുരിതം അങ്ങോട്ട് പോകാം കല്യാണത്തിന്. ലോകത്ത് എത്രയോ ആൾക്കാർ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ സാമ്പാറിനകത്താണെങ്കിൽ മൊത്തം വെള്ളവും. ചേട്ടന് ആകപ്പാടെ അറിയാവുന്ന ജോലി എന്ന് വെച്ചാൽ ഡാൻസ് ആണ്. പിന്നെ അത് വെച്ച് 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സമയം എടുത്തോളൂ. ആ, ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു നിലയിലെത്തിയിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എന്തോന്ന്? അല്ല, ചേട്ടൻ ഇപ്പൊ ജോലി തപ്പി പോയേക്കുമല്ലേ, അപ്പൊ നല്ലൊരു ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നത് അത് കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതാ. നീ ഇത് കണ്ടോണ്ടിരിക്കാന്നെ നിനക്ക് പറഞ്ഞു കളിക്കൂടെ കൊച്ചിനെ കളിപ്പിക്കണത്? ബാലു, ആ പാവ കൊണ്ട് വലിച്ചെറിഞ്ഞ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ അച്ഛനിപ്പിക്കൊണ്ട് വരും, പ്രശ്നമാകും ഇവിടെ. വലിച്ചെറിയാനാ ഇതിനെ?
നീ വിശക്കണ വല്ല കൊടടി എന്നാ വല്ല കൊടയനെ അച്ഛാ പൈസ കഴിച്ചേ ഞാൻ പോയി ഷവർമ മേടിച്ചോണ്ട് കൊടുക്കാം. drunk. I'm a nirukali drunk. Now an alkali drunk. I'm a nittukali അടിച്ചു പൂസ് മലയാളി. അല്ലെങ്കിൽ ഇപ്പൊ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം. ATM-ന്ന് അച്ഛൻ പൈസ മൊത്തം എടുത്തിട്ട് ചിറ്റപ്പ എന്ത് കാണിക്കാൻ ഇറ്റപ്പാ? ചേച്ചി എന്തോ പറയണേ? അച്ഛൻ വെറും 15,000 രൂപയല്ലേ എടുക്കത്തുള്ളൂ, ബാക്കി പൈസ മൊത്തം അവർ സേഫ് അല്ലേ? ആ നിന്റെ അച്ഛനല്ലേ ആള്, ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ബാക്കി കാണില്ല. അമ്മമ്മക്ക് ചായ കുടിക്കണ അടുക്കള പോയി തിളപ്പിച്ച് കുടിച്ചാ പോരെ, എന്തിനാ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം അമ്മയുടെ? ചോദിയിൽ കൂതി ചോദിച്ചു പോയവൻ ഓമ്പി. വണ്ടി എടുക്കാൻ പോകണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ വണ്ടി എടുക്കാൻ? 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു നിന്റെ അടുത്ത്? എന്തോരം വണ്ടി എന്നറിയാമോ റോഡിലൊക്കെ? വണ്ടിയുടെ ബഹളമാണ്. പ്രാർത്ഥിച്ച് വണ്ടി എടുത്ത വണ്ടി അവിടെ ഇവിടെ തട്ടിയ മുട്ടിയൊന്നുമില്ല. പ്രാർത്ഥിക്ക്. അപ്പൊ എതിരെ വരുന്ന വണ്ടിക്കാരനും പ്രാർത്ഥിക്കാതെ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയ എന്റെ നിങ്ങളെയും കൊച്ചുനാളില് നമ്മൾ രക്ഷകർത്താക്കള് നമ്മൾ അടിക്കുകയും വഴക്ക് പറയും വീട്ടിൽ നിന്ന് കടിച്ചിറക്കിയിട്ടില്ലേ? നമ്മളിവിടെ നാട് വിട്ട് പോയാ എന്തിനാ? ഞാൻ പോയിട്ടുണ്ട് ചേട്ടാ, നാട് വിട്ട് പോയിട്ടുണ്ട് ഒരു 3 തവണ. എന്നിട്ട് പട്ടിണിടന്ന് ചാവാറായപ്പം പിന്നെ തിരിച്ചു വന്നു വീട്ടില്.